എന്തെങ്കിലുമൊക്കെ ഭയങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള ഭയമാണ് ഉള്ളത്. ഞാൻ ആത്മാവാണ് എന്ന അവബോധം നമ്മുടെ ഈ പ്രാക്ടീസിൽ കൂടി എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, നമ്മൾ ശരീരം കൊണ്ട് പല പല ജോലികൾ ചെയ്യും. പൂർണ്ണമായും ഏകാഗ്രത ആവശ്യമില്ലാത്ത ഏത് ജോലി ചെയ്യുമ്പോഴും നമുക്കിങ്ങനെ ചിന്തിച്ചൂടെ, ഞാൻ ആത്മാവാണ്. ഒരു പോയിന്റ് ഓഫ് ലൈറ്റ് എവിടെ? ഇവിടെ. ഇത് നേരെ ഉള്ളിലാണ്. ഒരു പോയിന്റ് ഓഫ് ലൈറ്റ്. ആകാശത്തിൽ എങ്ങനെ നക്ഷത്രം നിൽക്കുന്നേ? വളരെ ചെറിയൊരു നക്ഷത്രം. അപ്പം അങ്ങനെ തിളങ്ങുന്ന പൊട്ടുകളൊക്കെ കിട്ടാറുണ്ട്. ഒരു പോയിന്റ് ഓഫ് ലൈറ്റ്. നമ്മളിങ്ങനെ ചിന്തിക്കും, മനഃപൂർവ്വം ചിന്തിക്കണം, ഇരുന്ന് ചിന്തിക്കണം. ജോലികൾ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ ചിന്ത ഇങ്ങനെ നടക്കുമെങ്കിലും നമ്മുടെ ശ്രദ്ധ കുറച്ചൊക്കെ മാറിപ്പോകും. പക്ഷെ ഈ അവബോധം, ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം നമ്മൾ ഇരുന്നിങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. കാരണം നമ്മളിപ്പോൾ തെറ്റിദ്ധാരണയിലാണ് ജീവിക്കുന്നത്. തെറ്റിദ്ധാരണയിൽ ജീവിക്കുന്നവർക്ക് ശരിയായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ? ശരിയായ തീരുമാനമെടുക്കാൻ സാധിക്കുമോ? ശരിയായ കാര്യങ്ങളെ തിരഞ്ഞെടുക്കാൻ സാധിക്കുമോ? ഒരിക്കലും പറ്റില്ല. അപ്പോൾ നമുക്ക് ശരിയുടെ മാർഗത്തിൽ കൂടി പോകണമെങ്കിൽ ആദ്യം നമ്മൾ തിരുത്തേണ്ടത് നമുക്ക് നമ്മളെ കുറിച്ചിട്ടുള്ള ധാരണയാണ്, തെറ്റിദ്ധാരണയാണ്. ഞാൻ ഈ ശരീരമാണ്, ഞാൻ ഇന്ന വീട്ടിലേതാണ്. ശരി, ഇതൊക്കെ ശരീരത്തിന് കിട്ടിയതാണ്. ജാതിയും മതവും ഇതെല്ലാം ബന്ധുക്കളും എല്ലാം ശരീരത്തിൻ്റെതാണ്. ഞാനിതൊന്നുമല്ല. ഞാൻ ആത്മാവാണ്, എനർജിയാണ്. ഈ ശരീരത്തെ ഞാൻ ഉപയോഗിക്കുന്നു. എത്ര നാൾ ഉപയോഗിക്കുന്ന ഒരു ഗ്യാരണ്ടി ഇല്ല. പക്ഷേ എപ്പോൾ ഈ ശരീരം വിട്ടാലും എനിക്ക് വേണ്ടി വേറൊരു ശരീരം റെഡി ആയിട്ടുണ്ടാവും. നേരെ ആ ശരീരത്തിലേക്കായിരിക്കും പോവുക. വീണ്ടും നമ്മുടെ ഈ പരിപാടികൾ തന്നെ അവിടുത്തെ ആചാരമനുസരിച്ച്, അല്ലേ, അവിടുത്തെ ഭാഷ, അവിടുത്തെ സംസ്കാരമനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകും. പക്ഷെ ഞാൻ നശിക്കുമോ? ഞാൻ ഒരിക്കലും നശിക്കില്ല. ഞാൻ ആത്മാവാണ്.